കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് വികസന സെമിനാറുകളും പ്രചരണ പരിപാടികളും നടത്തുമെന്ന് BJP ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ പുരോഗതിക്ക് കഴിഞ്ഞ 12 വർഷമായി നൽകിയ വികസന മുന്നേറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സെമിനാർ നടത്തുന്നത്. കൂടാതെ ലഘുലേഖ വിതരണം, പ്രദർശനങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും വളരെ ആരാധനയോടുകൂടിയും ബഹുമാനത്തോടു കൂടിയുമാണ് നരേന്ദ്രമോദിയെ കാണുന്നത്. മാത്രമല്ല, ലോകത്ത് ഏതു വിഷയമുണ്ടെങ്കിലും ശരി, അത് യുദ്ധമാണെങ്കിലും ശരി, രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണെങ്കിലും ശരി, ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയെ ആണ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ശക്തനായ, ഏറ്റവും ജനകീയ പിന്തുണയുള്ള, ഏറ്റവും പോപ്പുലർ ലീഡറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ 12 വർഷം പിന്നിടുമ്പോൾ വളരെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മോഡിയുടെ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ വ്യത്യസ്തമായ നിരവധി പരിപാടികളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വച്ഛ ഭാരത് അഭിയാൻ നടന്നുകൊണ്ടിരിക്കുന്നു. 12 വർഷത്തെ നേട്ടങ്ങളുടെ പ്രദർശനമുണ്ട്. പ്രമുഖ വ്യക്തികളെ സമ്പർക്കം ചെയ്യുന്ന പരിപാടികളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പരിപാടികളാണ് ഒരു ആഘോഷം എന്നതിലപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ ക്രിയാത്മകമായ പ്രവർത്തനത്തിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭാരതം ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ്. 2014 ലോകത്തിലെ 5 ദുർബലമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു ഭാരതം. അവിടെ നിന്നാണ് കഴിഞ്ഞ 12 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ 12 വർഷത്തിനിടയിൽ ലോകം നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു കോവിഡ് മഹാമാരി. ആ കോവിഡ് മഹാമാരി സമയത്ത് 100ഓളം രാജ്യങ്ങൾക്ക് 2 വാക്സിനുകൾ നൽകിയ രാജ്യമാണ് ഭാരതം എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഫാർമസിയായി ഭാരതം മാറി. 100ലധികം രാഷ്ട്രങ്ങൾക്ക് 2 വാക്സിനുകൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത്, ഒന്ന് വിദേശ ടെക്നോളജിയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് സംഭാവന ചെയ്ത ആ നേട്ടം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദേശീയപാത വികസനം, ജലജീവൻ പദ്ധതി, കർഷകർക്കുള്ള പിന്തുണ, ഗ്യാസ് പൈപ്പ് ലൈൻ, ജനൌഷധി കേന്ദ്രങ്ങൾ, ജെൻഡർ അക്കൗണ്ടുകൾ, റെയിൽവേ വൈദ്യുതീകരണം, മിനിമം താങ്ങുവില നടപ്പാക്കൽ തുടങ്ങിയവയിലെല്ലാം ഒട്ടനവധി സഹായങ്ങളാണ് കേരളത്തിന് നൽകിയത്. ജില്ലയിൽ വന്ദേ ഭാരത് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്ന വിഷയത്തിൽ ഇടപെടുമെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഉണ്ണികൃഷ്ണൻ, സെൻട്രൽ ജില്ലാ പ്രസിഡന്റുമാരായ P. സുബ്രഹ്മണ്യൻ, K. രാമചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ജില്ലാ വിഭജനം എന്നത് സംസ്ഥാനതല പോളിസി മാറ്ററാണെന്നും അതിൽ ജില്ലാ ഭാരവാഹികൾ പ്രതികരിക്കുന്നില്ലെന്നും എല്ലാ ജില്ലകളും വിഭജനം നടത്തണമെന്നുമാണ് നിലപാടെന്നും ഇവർ പറഞ്ഞു. വികസനത്തിന്റെ പേരിൽ വിഭജനം ആവശ്യപ്പെടുന്നവർ എന്തുകൊണ്ട് ലോക്സഭാ വികസനത്തെ എതിർക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഒരു സുരക്ഷിത നിക്ഷേപത്തിന് തുടക്കം കുറിക്കൂ. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, വണ്ടൂർ.